ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാത്തതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവില്ല. അതിപ്പോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയാലും ശരി, അല്ലാത്ത റിലേഷൻഷിപ്പ് ആയാലും ശരി. മെയിൻലി അന്നന്ന് നടക്കുന്ന കാര്യം ഷെയർ ചെയ്യുക. ഇപ്പൊ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നീട് പോകാൻ നേരത്ത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുന്ന നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പും അവസാനം വരെയും കൂടെ കാണും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണല്ലേ കാര്യം, ശരിയടാ അല്ലെങ്കിൽ ശരിയടി, ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ വേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ കാണാൻ പോവുക. ഓക്കെ, ദൂരെയാണ്, അപ്പോൾ അവര് നല്ലോണം മിസ് ചെയ്യും. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. അപ്പോൾ കാണാൻ പോയി ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു കൊടുക്കുക. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവും. എല്ലാവരും വലിയ ഗിഫ്റ്റ് തന്നെ വേണമെന്ന് പ്രതീക്ഷിച്ചല്ലല്ലോ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ അത്രയും സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെന്താ, രാവിലെ രാത്രിയും ഒരു ഐ ലവ് യു ഒക്കെ പറയാം. ഒരു ഐ ലവ് യു അല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. അപ്പൊ ഒരു ഐ ലവ് യു ഒക്കെ രാവിലെയും രാത്രിയൊക്കെ പറയാം. ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് സന്തോഷം. അപ്പൊ അവിടെ ഒരു മിസ്സിങ് വരൂല, മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത വരൂല, അടുത്തുണ്ടെന്ന് തോന്നൽ വരും. ഇത് ഞാൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് പറഞ്ഞത്. അല്ലാത്ത റിലേഷൻഷിപ്പിലും ഇത് ആവാം. പക്ഷെ അത് കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് അത് ക്രിഞ്ചായിട്ട് തോന്നാം. അത് ചില റിലേഷൻഷിപ്പിൽ. പക്ഷെ ഒരു കണക്കിന് പറഞ്ഞാൽ പലരും പറയണ കണക്ക് ഈ ലവ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ എല്ലാരും ക്രിഞ്ചാണ്. ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്ന പലരും ക്രിഞ്ച് തന്നെയാണ്. ക്രിഞ്ച് ഉണ്ടെങ്കിൽ അതൊരു ലവ് ആവും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ വേറൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് കമന്റ് ചെയ്യുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫോർ മോർ വീഡിയോസ് കൺസിഡർ ടു ഫോളോ. താങ്ക് യു സോ മച്ച്. യുവേഴ്സ് ഓൺലി അരവിന്ദ് ആർ ശിവകുമാർ.